ഇപ്പൊ അധികം പേരും മാരത്തോൺ ഓടുന്ന ആൾക്കാരായിരിക്കും അല്ലേ. ഹാഫ് മാരത്തോണോ ഫുൾ മാരത്തോണോ അതല്ലെങ്കിൽ തന്നെ കുറെ ഫൺ റൺസ് ഒക്കെ ഉണ്ട്. 3 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 15 കിലോമീറ്റർ, 7 കിലോമീറ്റേഴ്സ് അങ്ങനെയൊക്കെ. എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരും ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ. ഈ മാരത്തോണിൽ നിന്ന് നമുക്ക് കുറച്ച് ലൈഫ് ലെസൺസ് ഞാൻ 2-3 പറഞ്ഞു തരാൻ പോവാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളൊരു മാരത്തോൺ ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അത് അതേ സ്ഥലത്ത് തന്നെയായിരിക്കും വന്നെത്തുകയും തിരിച്ചെത്തിയിട്ട് ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അവിടെ തന്നെ ആയിരിക്കും. നമ്മൾ പോയിട്ട് സ്ഥലത്ത് കൂടെ പോയി ചുറ്റി വന്നിട്ടായിരിക്കും നമ്മൾ എൻഡ് ചെയ്യാൻ പോകുന്നത് അല്ലെ. നമ്മൾ ഈ ഓടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളെ കൂടെ സുഹൃത്തുക്കൾ ഉണ്ടാവും, ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും. അങ്ങനെ പല ആൾക്കാരും ഒന്നിച്ചിട്ട് രസകരമായിട്ട് ഓടാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ തുടങ്ങുക. പക്ഷേ കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കാലൊക്കെ വേദനിക്കാൻ തുടങ്ങും. ശരിയാണോ അല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് സുഹൃത്തുക്കളും അവരൊക്കെ ഒപ്പം ഉണ്ടാവും. പക്ഷേ ഈ മറ്റേ റണ്ണ് നമ്മൾ തന്നെ കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ചിലപ്പോൾ നമ്മൾ അത് നടന്നിട്ടായിരിക്കും പോവുക, ചിലപ്പോൾ സ്പീഡിലായിട്ട് ഓടിയിട്ടായിരിക്കും പോവുക, ചിലപ്പോൾ പതുക്കെ ആയിരിക്കും ഓടുന്നുണ്ടാവുക. എങ്ങനെയാണെങ്കിലും നമ്മൾ ആ ഫിനിഷിംഗ് പോയിന്റിലോട്ട് എത്തണം. കാരണം അല്ലാതെ വേറെ വഴിയൊന്നുമില്ല നമുക്കത് നിർത്തിപ്പോവാൻ. നിർത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് തിരിച്ച് അങ്ങോട്ടും പോകണമല്ലോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലൈഫ് ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സ്വന്തം കാലിൽ തന്നെയാണ് നിൽക്കേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തോന്നുകയാണ് നമ്മളാണ് ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഇവിടത്തെ ഏറ്റവും വലിയ ഒരാള്, അല്ലാന്നുണ്ടെങ്കിൽ ഞാനാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആള് എന്ന് നമുക്കൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് നോക്കിയാൽ മതി. കുറെ ആൾക്കാർ നമ്മളെ മുന്നിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളെ അഹങ്കാരം ശരിക്കും പറഞ്ഞാൽ തന്നെ താഴ്ന്നോളും. അതാണ് രണ്ടാമത്തെ ഒരു ലെസൺ. മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തോന്നും നമ്മൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊന്നും കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിരാശരായിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചുമ്മാ ഒന്ന് പിന്നിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ പിന്നാലെ എത്ര പേര് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതാണ് മൂന്നാമത്തെ ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് എന്താണ് മറ്റേ പിന്നിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും, മുന്നിൽ ആൾക്കാരുണ്ടാവും. സ്വന്തമായിട്ട് നടക്കും വേണം. അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. രണ്ടാമത്തത്, നമ്മൾക്കൊരു അഹങ്കാരം കുറച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുന്നിലോട്ട് നോക്കിയാൽ മതി. നമ്മളെ മുന്നിൽ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഭയങ്കര ഡെസ്പായിട്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളൊന്ന് പിന്നിലോട്ട് നോക്കിയാൽ മതി. നമ്മുടെ പിന്നാലെ കുറെ പേര് നമ്മളെ പാത പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളെ പിന്നിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ ലൈഫ് ലെസൺസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത് മാരത്തോണുമായി ഉപയോഗിച്ച് നോക്കി.